സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ, അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ അവരുടെ പ്രഭാഷണത്തിൽ മഹാന്മാർക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വിഭാഗം വഹാബികൾ രംഗത്ത് വന്നു, അത് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അതിന് മറുപടിയുമായിട്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ആ വീഡിയോ എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടപ്പോൾ ഇനിയിപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ വഷളാകുമല്ലോ എന്ന് വിചാരിച്ച് മറുപടിയുമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ ഒരു ഒട്ടമേശ സമ്മേളനം അവർ സംഘടിപ്പിച്ചു. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അവർക്ക് എനിക്ക് മറുപടി പറഞ്ഞു എന്ന് പറയാൻ അവരുടെ ഒരു ഈഗോ സമ്മതിക്കാത്തത് കൊണ്ടാണോ, ഞാൻ അവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ, നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാർക്കൊക്കെ മറുപടി പറയുമ്പോൾ അവർക്കൊരു ലജ്ജയാണല്ലോ. അപ്പൊ അയാൾ പറയുന്ന ഒന്ന് കേൾക്കാം നമുക്ക്. ഇത് ഇബ്നു ഹജർ തങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റാസി പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മുശ്രിക്കീങ്ങളാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഒരു മുസ്ലിയാർ, വലിയ പ്രസിദ്ധനാണെന്ന് തോന്നണമെന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ ഇങ്ങനെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പ്രസിദ്ധനല്ലാത്തൊരു മുസ്ലിയാരുടെ ക്ലിപ്പ് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു. എന്താണ്, ഇമാം റാസി തങ്ങളും ഗസാലി ഇമാമും ഇബ്നു ഹജർ അസ്ഖലാനി, ഈ മൂന്ന് ഇമാമുമാരെ പരാമർശിച്ചുകൊണ്ട് അവരൊക്കെ മുശ്രിക്കീങ്ങളാണോ എന്നാണ് ചോദ്യം ശ്രദ്ധിക്കണം. ഇനി ആണ് മറുപടി പിന്നീട് വരുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവര് പ്രസിദ്ധനല്ലാത്തൊരു മുസ്ലിയാർ പറഞ്ഞതിന് മറുപടിയുമായിട്ട് ചെറിയൊരു അട്ടമേശ. ഇനി വിഷയം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇപ്പോ സ്വാലിഹീങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ ഒരു സ്വാലിഹായ ആളുടെ സ്വപ്നം അഥവാ സ്വാലിഹായ സ്വപ്നം എന്നത് നുബുവത്തിന്റെ 46 ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇതിനെ സ്വാഭാവികമായിട്ടും ഇമാമുമാര് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനിച്ച കൂട്ടത്തിൽ നുബുവത്തിന്റെ 46 ഇനങ്ങൾ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ 46 ഇനങ്ങൾ എന്ന് ഇമാമുമാര് പല കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഇവിടെ പരാമർശ വിഷയം വരുന്നത്. അപ്പൊ അതിനെ ഇവർ പറയുന്നത് കേട്ടോ, അഥവാ ഇമാമുമാർ ഇവർ പരിഹാസത്തോടുകൂടിയും പുച്ഛത്തോടുകൂടിയും അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം കേൾക്കാം. 46 ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ 46 ഒരു ശാഖയാണ് മുഅ്മിനീങ്ങൾ കാണുന്ന, സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 46 ശാഖ ഏതേക്കാരെന്ന് എന്തൊക്കെയുണ്ട്, കുറേ സാധുക്കൾ ഇരുന്ന് കണ്ട് എണ്ണി കണക്കാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ കുറെ സാധുക്കൾ ഇരുന്നിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇമാമുമാരെ പരിഹസിക്കുകയാണ്. ഇവർ ഈ സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഇനി നോക്കാം. എത്രത്തോളം വെച്ചാൽ ഖാദിയാദിനെ പോലെയുള്ള ആളുകൾ പോലും എന്തായിട്ടുണ്ട്, ഇതിൽ പലതും എണ്ണി നോക്കിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിയപ്പോൾ പറഞ്ഞ് ഖാദിയാദ് പോലും ഇതിൽ എണ്ണി നോക്കിയിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ സാധുക്കൾ എന്ന് പറഞ്ഞത്. ഇമാം ഗസാലി തങ്ങൾ, ഖാദി അയ്യാദ്, ഇമാം ഹലീമി തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ ഇമാമുമാരെ കുറെ സാധുക്കൾ ഇരുന്നിട്ട് അതിനിങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇവരെ വിചാരം ഇവരിങ്ങനെ 4 ആൾക്കാർ വട്ടത്തിൽ ഇരുന്നിട്ട് എണ്ണുന്നത് പോലെയാണ് ഇമാമുമാർ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അഥവാ ഇവരിപ്പോ ഇമാമുമാരെക്കായും വലിയ ആൾക്കാരാണല്ലോ, വലിയ മേലുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഇമാമുമാരൊന്നും ഇവർക്ക് എന്തുള്ള വലിപ്പം തോന്നുന്നില്ല. അപ്പൊ